ശ്രീ എ സമ്പത്ത് ഒരു കാര്യം റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കുടുംബസമേതം വിസിറ്റ് ചെയ്യും, അത് ഞങ്ങളുടെയൊക്കെ അസറ്റാണ്, ഞങ്ങൾക്ക് അതിന്റെ പൊൻതൂവലുണ്ട് എന്ന് പറഞ്ഞ് അതല്ലേ വലിയ കാര്യം? അതിലെന്താണ്? അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത്? ഞാൻ തൊഴിൽ കൊണ്ടൊരു അഭിഭാഷകനാണ്. ഈ അഭിഭാഷകർ, വക്കീലന്മാരും പോലീസുകാരും ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിൽക്കുക എന്ന്. ക്രിമിനൽ കേസുകളിൽ എഴുതുന്ന ഒരു വാചകമാണത്. വാസ്തവത്തിൽ ഈ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി ഇവിടെ രണ്ട് പേര് ഇക്കാര്യത്തിൽ, അത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനും മറ്റൊന്ന് അദാനി ഗ്രൂപ്പുമാണ്. 1999 ഈ സിയാറ്റിൽ ലോക വാണിജ്യ ഉച്ചകോടി നടക്കുന്ന സമയത്ത് ലോകം തന്നെ വിൽക്കപ്പെട്ടു പോകുമെന്ന് പലരും ഭയപ്പെട്ടപ്പോൾ, ലോകത്ത് വലിയ പ്രക്ഷോഭങ്ങൾ പലയിടത്തും ഉണ്ടായപ്പോൾ ഇടതുപക്ഷക്കാരെയൊക്കെ ഒരുപാട് ആളുകൾ ആക്ഷേപിച്ചു. ഫ്രഞ്ച് പത്രം, വളരെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് പത്രം, ശ്രീ രതീഷ് ചക്രവാണിയെല്ലാം ഓർക്കുന്നുണ്ടാവും, താങ്ക്സ് ദ വേൾഡ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന്, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അങ്ങനെയാണ്, നന്ദി, ഈ ലോകം വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് അവർ എഡിറ്റോറിയൽ എഴുതി. വാസ്തവത്തിൽ ഇപ്പോൾ അതിൻ്റെ നേരെ തിരിച്ച് കേരളം ഇങ്ങനെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെള്ളിത്തളികയിൽ വെച്ച് വിൽപ്പന ചരക്കാക്കി മൊത്തമായോ ചില്ലറയായോ വിൽക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഇത് വളരെ അപകടകരമായ പോക്കാണ്. സമുദ്രം വിൽക്കപ്പെടുക, മണ്ണ് വിൽക്കപ്പെടുക, ആകാശം വിൽക്കപ്പെടുക, സ്വകാര്യവൽക്കരണം എല്ലാ മേഖലയിലും. അത് പൊതുസമ്പത്തിൻ്റെ കൊള്ളയടിയാണ്. ക്രോണിക് ക്യാപിറ്റലിസം അത്തരത്തിൽ ചെയ്യുന്നത്. ഇവിടെ റെജിയുടെ തന്നെ നേതാവ് പാർലമെൻറ്റിൽ പറഞ്ഞതായ ആ വാചകം ഉദ്ധരിച്ച് ഞാനങ്ങ് നിർത്തിക്കോട്ടെ.